Okay, so നമുക്ക് അടുത്ത question number 10 ഒന്ന് ഡിസ്കസ് ചെയ്യാം. പെട്ടെന്ന് സോൾവ് ചെയ്യുന്നത്. A line AB 80 mm long has one of its ends 60 mm above HP and 20 mm in front of VP. The other end B is 15 mm above HP and in front of VP. B is 15 mm above HP and in front of VP. The front view of the line is 65 mm long. Draw the top view and true inclinations with HP. So, ഇത്രയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ട്രേസസ് മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ എ ബി എന്ന് പറയുന്ന ലൈനിന്റെ ട്രൂ ലെങ്ത് 80 mm ആണ്. അതിന്റെ എൻ പോയിന്റ് എ എന്ന് പറയുമ്പോൾ 60 mm എബോവ് എച്ച് പി ആൻഡ് 20 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. സോ ഇവിടെ 20 ആണ്, 60 അല്ല. 60 and 20, 50 അല്ല. 60 mm above HP and 20 mm in front of VP. A dash B dash is equal to എന്താണ്? നമ്മുടെ ഫ്രണ്ട് വ്യൂ ലെങ്ത് ആണ്. അതെന്താണ് തന്നിട്ടുള്ളത് ഇവിടെ? ഇറ്റ് ഈസ് ഈക്വൽ ടു 65 mm ലോങ്. സോ ഫ്രണ്ട് വ്യൂ ലെങ്ത് തന്നിട്ടുണ്ട് 65 mm. അതേപോലെ എൻഡ് ബി തന്നിട്ടുണ്ട്. ഇറ്റ് ഇസ് 15 mm above HP and in front of VP. In front of VP എന്ന് പറയുന്നുണ്ട്. ഓൾസോ 50 mm above HP. സോ ഇതൊക്കെയാണ് കണ്ടീഷനെങ്കിൽ നമ്മളിവിടെ ടോപ്പ് വ്യൂ വരച്ചിട്ട് ട്രൂ ഇൻക്ലിനേഷൻസും എച്ച് പിയും വി പിയും ബേസ് ചെയ്തിട്ട് ട്രൂ ഇൻക്ലിനേഷൻസ് കണ്ടുപിടിക്കാൻ, അതായത് തീറ്റയും പൈയും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. യു ആർ ഓൾസോ ആസ്ക്ഡ് ടു ഡ്രോ ദ മാർക്ക് ദ ട്രേസസ്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാണ്, പക്ഷെ നമുക്ക് ബേസിക് ക്വസ്റ്റ്യൻ തന്നെയാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അത് മാത്രം നോക്കാം. നമുക്ക് ഫസ്റ്റ് നമുക്ക് ഗീവൺ ഡേറ്റ യൂസ് ചെയ്ത് പോയിന്റ് എ ഫിക്സ് ചെയ്യാം. എ എന്നുള്ള പോയിന്റ് എവിടെയാണ്? അതിന്റെ ഫ്രണ്ട് വ്യൂ എ ഡാഷ് ഇസ് ആക്ച്വലി 60 mm above HP. നമുക്കിപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും എ ഡാഷ് എന്നുള്ള പോയിന്റ് കിട്ടുന്നത്. സോ എ ഡാഷ് ഈ ഏരിയ എവിടെയെങ്കിലും ആയിരിക്കും. അതിന് നേരെ കുറച്ച് താഴെയായിട്ട് 20 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. സോ ഇപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? എ കിട്ടുന്നത്. സോ എ ഇസ് 20 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. നമുക്ക് ഈ എ ഡാഷിനും എനെയും ഒന്ന് ജോയിൻ ചെയ്യാം ബൈ മീൻസ് ഓഫ് പ്രൊജക്ഷൻ ലൈൻ. സോ നിങ്ങൾ കറക്റ്റ് ലെങ്ത് എടുത്ത് മാർക്ക് ചെയ്യുക. ഞാൻ ജസ്റ്റ് റഫായിട്ട് മാർക്ക് ചെയ്യുന്നുള്ളൂ എ ഡാഷ് ആൻഡ് എ. You can join A dash and A by means of projection line. A dash നെയും എയും പ്രൊജക്ഷൻ ലൈൻ വെച്ച് ജോയിൻ ചെയ്യുന്നു. അടുത്ത് ഇത് എത്രയാണെന്നൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ കൊള്ളായിരുന്നു. ഡയമെൻഷൻ നിങ്ങളൊന്ന് പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്യണം. ഞാനിവിടെ ജസ്റ്റ് എഴുതി വെക്കുന്നു ഇപ്പോഴത്തേക്ക്. 60 mm above HP and 20 mm in front of VP. സോ അടുത്ത് നമുക്ക് എന്ത് ഡേറ്റ ആണുള്ളത്? ട്രൂ ലെങ്ത് ഉണ്ട്, പക്ഷെ തീറ്റയോ ഫൈയോ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റില്ല. മറ്റൊരു കാര്യം, ഫ്രണ്ട് വ്യൂ ലെങ്ത് തന്നിട്ടുണ്ട്. സോ ഫ്രണ്ട് വ്യൂ ലെങ്ത് നമുക്കറിയാം. ഓക്കെ, പിന്നെ ബി ഇസ് 15 mm എബോവ് എച്ച് പി. ബി എന്നുള്ള പോയിന്റ് 15 mm എബോവ് എച്ച് പി ആണ്. അപ്പോൾ നമുക്ക് ലോക്കസ് ഓഫ് ബി ഡാഷ് വരയ്ക്കാൻ പറ്റും. പക്ഷേ ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്നേ പറയുന്നുള്ളൂ. അത് എക്സാക്റ്റ് ആയിട്ട് നമുക്കത് അറിയില്ല. ഇറ്റ് ഇസ് ആക്ച്വലി ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്നാണ് പറയുന്നത്. ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്നാണ്. ദാറ്റ് ഇസ് ഇൻ വി പി അല്ല, ഇൻ ഫ്രണ്ട് ഓഫ് വി പി. ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്നാണ് പറയുന്നത്. ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്നാണ് പറയുന്നത്. ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറയുമ്പോൾ ബി ഡാഷ് 15 mm എബോവ് എച്ച് പി. ഇപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും നമുക്ക് ബി ഡാഷിന്റെ ലോക്കസ് കിട്ടുന്നത്. ഇതുവഴി എവിടെയെങ്കിലും വരച്ചാൽ നമുക്ക് ബി ഡാഷിന്റെ ലോക്കസ് കിട്ടും 15 mm ഡിസ്റ്റൻസിൽ. നമ്മളിവിടെ 15 mm ഡിസ്റ്റൻസ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ബി ഡാഷിനെ മാർക്ക് ചെയ്യാം. ഈ 15 mm ഡിസ്റ്റൻസ് വെച്ചിട്ട് we can mark the locus of ബി ഡാഷിന്റെ ലോക്കസ് മാർക്ക് ചെയ്യാം. അതേപോലെ തന്നെ ബി എന്ന് പറയുന്നത് ഇവിടെ എവിടെ ഇരിപ്പുണ്ട്. അതായത് ബിന്റെ ടോപ്പ് വ്യൂ ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്നാണ്. ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറയുമ്പോൾ എക്സ് ലൈനിന് താഴെ ഇവിടെ ഉണ്ട്. അത് നമുക്കറിയില്ല. നമുക്ക് ഉള്ള ഡേറ്റയൊക്കെ വെച്ചിട്ട് ലോക്കസ് വരച്ച് നോക്കാം. ഉള്ള ഡേറ്റ വെച്ചിട്ട് നമുക്ക് ലോക്കസ് ഫുള്ളായിട്ട് വരയ്ക്കാം. ഫസ്റ്റ് ലോക്കസ് ത്രൂ എ എന്നുള്ള പോയിന്റ് വെച്ച് നമുക്കൊരു ലോക്കസ് ആദ്യം വരയ്ക്കാം. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുവഴിയുള്ള ലോക്കസ് വരയ്ക്കാം. ദിസ് ഇസ് ലോക്കസ് ഓഫ് എ. ദിസ് ഇസ് ലോക്കസ് ഓഫ് ബി ഡാഷ്. അത് കഴിഞ്ഞിട്ട് ദിസ് വിൽ ബി ലോക്കസ് ഓഫ് എ ഡാഷ്. ദിസ് വിൽ ബി ലോക്കസ് ഓഫ് എ ഡാഷ്. ദിസ് ഇസ് ലോക്കസ് ഓഫ് എ ഡാഷ്. അപ്പോൾ നമുക്കിപ്പം എന്തുണ്ട്? ആദ്യം നമുക്ക് ഫ്രണ്ട് വ്യൂവിന്റെ ലെങ്ത് ഉണ്ട്.
ഇത്രയും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ വരച്ചു. എ ഡാഷ് എ ലോക്കസ് ഓഫ് ബി ഡാഷ് ഇത്രയും നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഫ്രണ്ട് വ്യൂവിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 65 mm. അപ്പം കോമ്പസ് എടുക്കണം, 65 mm മെഷർ ചെയ്യണം. ഫ്രണ്ട് വ്യൂ എവിടെ ആയിരിക്കും വരുന്നത്? ലോക്കസ് ഓഫ് ബി ഡാഷിലായിരിക്കും വരുന്നത്. സോ നമുക്ക് പഴയ പ്രോബ്ലത്തിലൊക്കെ ബി ഡാഷ് മുകളിലായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു കേസ് നോക്കിക്കോളൂ, ലോക്കസ് ഓഫ് ബി ഡാഷ് നമുക്ക് എ ഡാഷിന് താഴെയായിട്ടാണ് വരുന്നത്. അപ്പം വി ക്യാൻ മെഷർ 65 mm വിത്ത് എ ഡാഷ് സെന്റർ, 65 mm റേഡിയസ്. ഒരു ആർക്ക് നമ്മൾ കട്ട് ചെയ്തു, 65 mm കോമ്പസിൽ മെഷർ ചെയ്തിട്ട് ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്താൽ ദിസ് പോയിന്റ് വിൽ ബി ലോക്കസ് ഓഫ് ബി ഡാഷിൽ നമ്മൾ കട്ട് ചെയ്യുന്ന പോയിന്റ് ഇസ് ആക്ച്വലി നോൺ ആസ് ബി ഡാഷ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ രണ്ടിനെയും അങ്ങ് ജോയിൻ ചെയ്യാം. ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് അത് തന്നെ നമുക്കങ്ങ് ചെയ്യാം. ജസ്റ്റ് ജോയിൻ എ ഡാഷ് ആൻഡ് ബി ഡാഷ്. നമ്മുടെ ഫ്രണ്ട് വ്യൂ കിട്ടിക്കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ. ഓക്കെ, സോ ഇനി ബാക്കി എന്താണുള്ളത്? ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ടോപ്പ് വ്യൂ വേണം. ടോപ്പ് വ്യൂ നമ്മുടെ കയ്യിലില്ല. അതിന് നമുക്ക് ലോക്കസ് ഓഫ് ബി എവിടെയാണെന്ന് കണ്ടുപിടിച്ചാലേ ടോപ്പ് വ്യൂ കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതെങ്ങനെയെങ്കിലും പ്രൊസീഡ് ചെയ്യാൻ പറ്റുമോ? അഗെയിൻ നമുക്ക് ഫ്രണ്ട് വ്യൂവിന് നമ്മൾ വേറെ എന്തൊക്കെ പേര് പറയും? എ ഡാഷ് ബി ഡാഷ് ഇസ് ഫ്രണ്ട് വ്യൂ ആൻഡ് ഓൾസോ എ ഡാഷ് ബി ടു ഡാഷ്, അതും ഫ്രണ്ട് വ്യൂ ആണ്. എ ഡാഷ് ബി ടു ഡാഷ്. ഇപ്പോൾ എ ഡാഷ് ബി ടു ഡാഷ് എവിടെ ആയിരിക്കും ഉള്ളത്? ദാറ്റ് വിൽ ബി ഓൺ ദ ലോക്കസ് ഓഫ് എ ഡാഷ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളൊരു ആർക്ക് ഇങ്ങോട്ട് കട്ട് ചെയ്ത് വെച്ചാൽ, ഇങ്ങോട്ടൊരു ആർക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ അത് ഇവിടെ മീറ്റ് ചെയ്യുന്ന സ്ഥലമല്ലേ ബി ടു ഡാഷ്. നമ്മൾ ഓർത്ത് നോക്കുക, എ ഡാഷ് ബി ടു ഡാഷിന് നമ്മുടെ ഫ്രണ്ട് വ്യൂ. അതിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് സാറിന് അതിൽ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ കൊണ്ട് നമ്മൾ ബി ഡാഷ് മാർക്ക് ചെയ്യും ലോക്കസ് ഓഫ് ബിയിൽ ടച്ച് ചെയ്യുമ്പോൾ. ഓക്കെ, ഇങ്ങനെയല്ലേ നമ്മൾ സാറിന് ചെയ്യാറ്. അപ്പം അതേപോലെ തന്നെ നമുക്കിപ്പോൾ എന്ത് ചെയ്യാം? ഈ ബി ടു ഡാഷിനെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്യാം. സോ ബി ടു ഡാഷിന് നമ്മൾ താഴോട്ട് പ്രൊജക്റ്റ് ചെയ്യാം. ബി ടു ഡാഷിന് നമ്മൾ താഴോട്ടൊന്ന് പ്രൊജക്റ്റ് ചെയ്യാണ്, കുറച്ച് ദൂരത്തോട്ട്. എത്ര ദൂരമൊന്നും നമുക്കറിയില്ല, പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രൊജക്റ്റ് ചെയ്യുന്നു. ബി ടു ഡാഷിന് താഴോട്ട് പ്രൊജക്റ്റ് ചെയ്യാണ്. എത്രത്തോളം പ്രൊജക്റ്റ് ചെയ്യണമെന്ന് നമുക്കറിയില്ല, പക്ഷെ നമുക്ക് ഒരു കാര്യം അറിയാം, നമ്മുടെ ട്രൂ ലെങ്ത് 80 mm ആണെന്ന് അറിയാം. നമ്മുടെ ട്രൂ ലെങ്ത് 80 mm ആണെന്ന് അറിയാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എയിൽ നിന്നും ട്രൂ ലെങ്ത് മെഷർ ചെയ്ത് ഇവിടെ മാർക്ക് ചെയ്യാം. 80 mm മെഷർ ചെയ്ത് കോമ്പസിൽ ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുമ്പം ഈ കിട്ടുന്ന പോയിന്റ് ആണ് നമ്മുടെ ബി ടു. അതല്ലേ ട്രൂ ലെങ്ത്. ഇതുവഴിയല്ലേ നമ്മുടെ ലോക്കസ് ഓഫ് ബി ടു പോകേണ്ടത്. അതർവൈസ് ലോക്കസ് ഓഫ് ബി ഇതുവഴിയല്ലേ പോകുന്നുള്ളൂ, ബി ടു വഴി. ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ബേസിക് നോമൻക്ലേച്ചർ പോലത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കണം. നമ്മൾ എങ്ങനെയാണ് ഈ നെയിമിങ് കൊടുക്കുന്നതെന്നൊക്കെ ഓർത്ത് വെച്ചാൽ മാത്രമേ ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതല്ലേ ബി ടു. നമുക്കിപ്പോൾ ഇത് രണ്ടിനെയും ജോയിൻ ചെയ്തൂടെ? ഏതിനെയും? എയും ബി ടുവിനെ നമുക്കിപ്പോൾ ജോയിൻ ചെയ്യാമല്ലോ. സോ നമുക്ക് ട്രൂ ലെങ്ത് അല്ലേ ഇത്. എനെയും ബി ടുവിനെ നമുക്ക് ജോയിൻ ചെയ്യാം. സോ ദാറ്റ് വിൽ ബി അവർ ട്രൂ ലെങ്ത്. ഇത് രണ്ടിനെ ജോയിൻ ചെയ്തേക്കുക. ദാറ്റ് വിൽ ബി അവർ ട്രൂ ലെങ്ത്. ഇപ്പോൾ നമ്മുടെ ട്രൂ ലെങ്ത് ആണിത്. അഗെയിൻ നമുക്കിനി ട്രൂ ലെങ്ത് മറ്റടുത്ത് ടോപ്പ് വ്യൂവിലും ട്രൂ ലെങ്ത് ഉണ്ട്, ഇവിടെയും ട്രൂ ലെങ്ത് വരും. നമ്മൾ അത് മാർക്ക് ചെയ്തില്ല, സോ അതും കൂടെ മാർക്ക് ചെയ്യാം. ഇതേ 80 mm മെഷർ ചെയ്തിട്ട് എ ഡാഷ് സെൻറ്റർ ആക്കി വെച്ചിട്ട് 80 mm മെഷർ ചെയ്ത് ഇവിടെ ഒരു ആർക്ക് നമ്മൾ കട്ട് ചെയ്യുന്നു ലോക്കസ് ഓഫ് ബി ഡാഷിൽ. അപ്പം നമുക്ക് അവിടെ ഒരു പോയിന്റ് കിട്ടും B1 ഡാഷ്. നമ്മൾ എന്ത് ചെയ്യാം? ഇങ്ങനെ നമുക്ക് ജോയിൻ ചെയ്താൽ പോരെ എ ഡാഷ് ആൻഡ് B1 ഡാഷ്. നമുക്ക് ജോയിൻ ചെയ്യാം. എ ഡാഷിനെയും B1 ഡാഷിനെയും നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. Join A dash and B1 dash. അപ്പോൾ ഇത് നമ്മുടെ ട്രൂ ലെങ്ത് ആണ്. സോ ഇതും നമ്മുടെ ട്രൂ ലെങ്ത്. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ഫ്രണ്ട് വ്യൂ ആയി. ഫ്രണ്ട് വ്യൂ ഇവിടെയുണ്ട്. ഇനി ഇവിടെ നമുക്ക് ടോപ്പ് വ്യൂ കിട്ടണം. സോ ടോപ്പ് വ്യൂ നമുക്കറിയാം എപ്പോഴും ബി ഡാഷിൽ നിന്ന് ഒരു പ്രൊജക്ഷൻ ലൈൻ വരച്ചാൽ അതിന് നേരെ താഴെ ആയിരിക്കും എന്ത് വരുന്നത്? ടോപ്പ് വ്യൂ വരുന്നത്. സോ നമുക്ക് അങ്ങനെ ഈസി ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ബി ഡാഷിൽ നിന്ന് നമ്മളൊരു പ്രൊജക്ഷൻ ലൈൻ വരച്ചാൽ, ബി ഡാഷിൽ നിന്നും നമ്മളൊരു പ്രൊജക്ഷൻ ലൈൻ ഇതാ വരയ്ക്കുന്നുവെങ്കിൽ അത് ലോക്കസ് ഓഫ് എന്ത് ലോക്കസ് ആണ്? ദിസ് ഇസ് ലോക്കസ് ഓഫ്
ബി, ഇത് ലോക്കസ് ഓഫ് ബി ആണ്. അവിടെ പോയി മീറ്റ് ചെയ്യുന്ന പോയിന്റിന് നമ്മൾ എന്തെന്ന് പറയും? പോയിന്റ് ബി എന്ന് പറയും. സോ നൗ വി ക്യാൻ ജോയിൻ എ ആൻഡ് ബി. എയും ബിയും നമുക്ക് ജോയിൻ ചെയ്യാം. സോ ദാറ്റ് വിൽ ബി അവർ ടോപ്പ്. ഇത് ഇറ്റ്സ് ഓൾസോ ഈക്വൽ ടു വാട്ട്? ഈ ടോപ്പ് വ്യൂ നമ്മൾ ശരിക്കും എങ്ങനെയാണ് ഇത് മാർക്ക് ചെയ്യുന്നത്? ശരിക്കും നമ്മൾ B1 ഉണ്ടല്ലോ, B1 നിന്ന് എന്ത് ചെയ്യും? സാധാരണഗതിയിൽ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ B1 നിന്നും നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണ് ലോക്കസ് ഓഫ് എ വരെ. അപ്പോൾ ആ പോയിന്റ് എന്തായിരിക്കും? ആ പോയിന്റ് വിൽ ബി B1. സോ B1 അല്ലേ നമ്മുടെ ടോപ്പ് വ്യൂ? B1 ദാറ്റ് ഇസ് ഓൾസോ ഈക്വൽ ടു ടോപ്പ് വ്യൂ, ദാറ്റ് ഇസ് ഈക്വൽ ടു AB. ഇത് തന്നെയാണ് നമ്മുടെ ടോപ്പ് വ്യൂ. നമ്മൾ എന്താണ് ചെയ്യുന്നത്? സാധാരണഗതിയിൽ ഇതിനെ അങ്ങ് റൊട്ടേറ്റ് ചെയ്തു, ഈ B1 എന്നുള്ള ലൈനിനെ റൊട്ടേറ്റ് ചെയ്ത് ഇത് താഴെ കൊണ്ട് മാർക്ക് ചെയ്യുന്നു. സോ ഇത് ഇങ്ങനെ നമുക്ക് ചെയ്യും. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക, ഈ ഒരു ആർക്കും കാണിച്ചാൽ കൊള്ളായിരിക്കും. ഇനി നമുക്ക് ട്രേസ് മാർക്ക് ചെയ്യാം. ട്രേസ് മാർക്ക് ചെയ്യാൻ ആദ്യം നമുക്ക് ഈ ലൈൻ എടുക്കാം. A', B' ഞാൻ എടുക്കുന്നു. അപ്പോൾ A', B' ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നു XY ലൈനിലോട്ട്. A', B' ഫ്രണ്ട് വ്യൂവിനെ XY ലൈനിലോട്ട് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. സോ XY ലൈനിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇവിടെ വന്ന് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് നമ്മുടെ പോയിന്റ് H' എന്ന് പറയും. അപ്പോൾ H' നിന്ന് എങ്ങോട്ടാണ് നമ്മളിപ്പോൾ ലൈൻ വരയ്ക്കേണ്ടത്? സ്ട്രെയിറ്റ് ലൈൻ ABയിലോട്ട് ടച്ച് ചെയ്യുന്ന പോലെ വരയ്ക്കും. അപ്പോൾ അതായത് ഈ H' നിന്നും ഞാനിപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കേണ്ടത് ABയിൽ വന്ന് മീറ്റ് ചെയ്യണം. അപ്പോൾ അവിടെയാണ് എനിക്ക് എൻ്റെ വെർട്ടിക്കൽ ട്രേസ്, ഹൊറിസോണ്ടൽ ട്രേസ് കിട്ടുന്നത്. ഈ H' നിന്നും ഞാനൊരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അവിടെ ആയിരിക്കും എൻ്റെ ഹൊറിസോണ്ടൽ ട്രേസ് കിട്ടുന്നത്. ഓപ്പോസിറ്റ് വ്യൂ അതിലോട്ട് ഫ്രണ്ട് വ്യൂവിൽ നിന്നും ടോപ്പ് വ്യൂവിലോട്ട് വരയ്ക്കുന്നു. അപ്പോൾ ഇവിടെ കിട്ടുന്നതാണ് എൻ്റെ ഹൊറിസോണ്ടൽ ട്രേസ്. സിമിലർലി നമുക്ക് ഈ ടോപ്പ് വ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്യാം മുകളിലോട്ട്. ടോപ്പ് വ്യൂവിനെ XY ലൈനിലോട്ട് ഞാൻ ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്ന് വെച്ചോളൂ. അങ്ങോട്ട് XY ലൈനിലോട്ട് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അപ്പോൾ അവിടെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഈ AB ആണ് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തത്. AB എക്സ്റ്റെൻഡ് ചെയ്തു. XY ലൈനിൽ മീറ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ പോയിന്റാണ് V. അപ്പോൾ വിയിൽ നിന്ന് ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ അതിവിടെ മീറ്റ് ചെയ്യണം, A', B' മീറ്റ് ചെയ്യണം. അപ്പോൾ A', B' മീറ്റ് ചെയ്യണമെങ്കിൽ A', B' ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? വിയിൽ നിന്നും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു ടുവേർഡ്സ് A', B'. അതവിടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഇസ് ആക്ച്വലി മൈ ട്രേസ്, വെർട്ടിക്കൽ ട്രേസ്. ഓക്കെ, ഇതാണ് എൻ്റെ വെർട്ടിക്കൽ ട്രേസ്. സോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം A', B', H ആൻഡ് വെർട്ടിക്കൽ ട്രേസ് ഇതെല്ലാം ഒരു ലൈനിലായിരിക്കും. A', B', ഈ H', അതേപോലെ വെർട്ടിക്കൽ ട്രേസ് ഇതെല്ലാം ഒറ്റ ലൈനിലായിരിക്കും. സിമിലർലി A, B, V ആൻഡ് ഹൊറിസോണ്ടൽ ട്രേസ് അതെല്ലാം ഒറ്റ ലൈനിലായിരിക്കും. A, B, V ആൻഡ് ഹൊറിസോണ്ടൽ ട്രേസ് ഇത് ഇത്രയും ഒറ്റ ലൈനിലായിരിക്കും. ഇത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, സോ ഇത്ര ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. തുടക്കത്തിലൊക്കെ നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയി തോന്നുന്നു. പിന്നെ നമുക്ക് ആംഗിളൊക്കെ മാർക്ക് ചെയ്യണ്ടേ? തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രൂ ലെങ്ത് ഫ്രണ്ട് വ്യൂവിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ്. ഇത് HP ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയും. സോ നമുക്ക് 34 ഡിഗ്രി എന്ന് കിട്ടും. അതേപോലെ ഈ ട്രൂ ലെങ്ത് VP ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഇത് നമുക്ക് 5 എന്ന് കിട്ടും. ഇത് മാർക്ക് ചെയ്ത് നമുക്ക് കിട്ടുന്ന ആൻസർ 36 ഡിഗ്രി എന്നാണ്. ഇത്ര ഓർത്ത് വെച്ചേക്ക്. ഈ ആൻസർ കിട്ടുന്നൊന്നും ചെക്ക് ചെയ്തേക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് പ്രോബ്ലം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആൽഫയും ബീറ്റയും കൂടെ കണ്ടുപിടിക്കാം. സോ ഇത് ആൽഫ ഫ്രണ്ട് വ്യൂ മേക്ക് ചെയ്യുന്ന ആംഗിൾ, ആണ്. ആൽഫ. ഇവിടെ ടോപ്പ് വ്യൂ മേക്ക് ചെയ്യുന്ന ആംഗിൾ ബീറ്റ. ടോപ്പ് വ്യൂ VP ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ബീറ്റ. അത് നിങ്ങൾ ഇവിടെ മാർക്ക് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് എത്രയാണെന്ന് ആംഗിൾ മെഷർ ചെയ്ത് കണ്ടുപിടിച്ച് വെച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.